Hello everyone, welcome to Civil Tree. ഇന്ന് നമ്മൾ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പാർട്ട് 2 ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ നേരത്തെ ചാനലിൽ പോയി കാണാം. നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. Plastics can be broadly classified as പ്ലാസ്റ്റിക്സിനെ നമുക്ക് എന്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻ എ ഇലാസ്റ്റിക് ആൻഡ് റിജിഡ്, ഓപ്ഷൻ ബി സോഫ്റ്റ് ആൻഡ് ഹാർഡ്, ഓപ്ഷൻ സി തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക്, ഓപ്ഷൻ ഡി മോണോമേഴ്സ് ആൻഡ് പോളിമേഴ്സ്. അപ്പോൾ പ്ലാസ്റ്റിക്സിനെ നമ്മൾ എന്തൊക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ തെർമോസെറ്റിംഗ് അല്ലെങ്കിൽ തെർമോപ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. Thermoplastics are the plastics that do not undergo chemical change in their composition and can be molded again and again. Okay. Example: polyethylene, polypropylene, polystyrene, polyvinyl chloride, polytetrafluoroethylene. Okay. Thermosetting plastics എന്ന് പറഞ്ഞാൽ thermosetting plastics are plastics that undergo chemical change when they are molded. Okay. അപ്പോൾ thermoplastics എന്നുള്ളത് അതിൽ എന്താണ് കെമിക്കൽ ചേഞ്ച് ഒന്നും വരാത്തതാണ്. അതുപോലെ തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് മോൾഡ് ചെയ്യുമ്പോൾ തന്നെ കെമിക്കൽ ചേഞ്ച് വരും എന്നുള്ള തരത്തിലുള്ള പ്ലാസ്റ്റിക്സ് ആണ്. ഹിയർ ആർ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ അവിടെ ഈ തെർമോസെറ്റിംഗ് ഉള്ള പ്ലാസ്റ്റിക്സ് ഒരു സെറ്റ് ആയാൽ പിന്നെ തിരിച്ച് ആ ഒരു ഇതിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എക്സാമ്പിൾ വോൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. ഓക്കെ, plastics are also classified by their chemical status of the polymer's backbone and side chains. Another type of classification is with respect to the chemical process used for their synthesis. Okay, next question നോക്കാം. Styrene butadiene rubber is also called. അപ്പോൾ അതിന്റെ വേറൊരു പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ബ്യൂട്ടൈൽ റബ്ബർ, ഓപ്ഷൻ ബി സിലിക്കോൺ റബ്ബർ, ഓപ്ഷൻ സി ബൂണാസ് റബ്ബർ, ഓപ്ഷൻ ഡി നിയോപ്രീൻ റബ്ബർ. Option C, Bunas rubber ആണ് എൻ്റെ ആൻസർ. Okay, butyl rubber is also called isobutylene isoprene rubber. Silicon rubber is also called as polysiloxanes or polydimethyl siloxanes. Neoprene rubber is also called as polychloroprene of chloroprene rubber. Okay, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ളതിൻ്റെയും കൂടെ ഡെഫിനിഷൻസ് പറഞ്ഞതാണ്. Okay, next question, the property by virtue of which a material can be hammered or rolled into thin sheets without rupture. എന്താണ് thin sheets ആയിട്ട് നമുക്ക് ഒരു മെറ്റീരിയലിനെ ഹാമേർഡ് അല്ലെങ്കിൽ റോൾഡ് ആക്കാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മാലിയബിലിറ്റി അല്ലേ? നമ്മളെപ്പോഴും ചോദിക്കുന്ന സ്ഥിരമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മാലിയബിലിറ്റി is the property of a material which permits the material to be extended in all directions without rupture. A malleable material possesses a high degree of plasticity but not necessarily great strength. Next question, ISO test is an example of. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു ISO ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളത്. Next question, the property of a material essential for spring materials is. സ്പ്രിംഗ് മെറ്റീരിയലിന് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ആ ഒരു പ്രോപ്പർട്ടി എന്തായിരിക്കണം? ഓപ്ഷൻ എ സ്റ്റിഫ്നെസ്, ഓപ്ഷൻ ബി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ സി റെസിലിയൻസ്, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിസിറ്റി. സോ എ ഹൈ മോഡുലസ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് ഫോർ മാക്സിമൈസിങ് ഇമ്പാക്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി അബ്സോർപ്ഷന് അല്ലെങ്കിൽ ആണ് എന്താണ് ഒരു സ്പ്രിങ്ങിന് വേണ്ട ഇത്, അതായത് റെസിലിയൻസ് ആണ് ആ ഒരു എനർജി അബ്സോർപ്ഷന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, റെസിലിയൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെസിലിയൻസ് എന്താണെന്നും പ്രൂഫ് റെസിലിയൻസ് എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ കണ്ട് നോക്കുക. ഹൈ റെസിലിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാക്സിമൈസ് ദ ഡിഫ്ലക്ഷൻ ആൻഡ് ഹൈ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ് is maximized as allowable stress. Together as modulus of resilience, they maximize the amount of energy that the spring can absorb before failure. Okay, അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിന് ആ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി വേണം. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെറ്റീരിയൽ ഈസ് ഐസോട്രോപിക് മീൻസ്. മെറ്റീരിയൽ ഐസോട്രോപിക് ആണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ, ഐസോട്രോപിക് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിക്കുന്നത്.
Option A, uniform material throughout the body. The stress is uniform over the cross section. Strain is uniform over the length. Then elastic constants are same in all directions. So elastic constants are same in all directions എന്നുള്ളതാണ് ഒരു ഐസോട്രോപിക് മെറ്റീരിയൽസിന്റെ എന്താണ് definition എന്ന് പറയുന്നത്. Isotropic materials have same value for a property in all directions at a point. Example, glass, metal. The number of independent elastic constants is 42. Okay, അതായത് anisotropic materials എന്താണെന്ന് നോക്കാം. Anisotropic materials are materials in which properties change with respect to direction. Okay, അപ്പോൾ number of elastic constraints എന്ന് പറയുന്നത് അതിന് 21 എണ്ണമാണ്. നെക്സ്റ്റ്, orthotropic materials are materials which are layered structures such as wood or plywood. The number of independent elastic constants is 9. They have different properties in 3 perpendicular directions. അപ്പോൾ ഇത് ജസ്റ്റ് ബാക്കി കൂടെ പറഞ്ഞതാണ്. നമ്മുടെ ഐസോട്രോപിക് മെറ്റീരിയൽസിന് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് 42 ആണ്. അനൈസോട്രോപിക് മെറ്റീരിയൽസിന് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് 21 ആണ്. ഓർത്തോട്രോപിക് മെറ്റീരിയൽസിന് 9 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ഓർ ലീവ്സ് ഇസ് നോൺ ആസ്, നമ്മൾ പറഞ്ഞതുള്ളൂ, മാലിയബിൾ മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ്. സ്ട്രെസ് ബൈ സ്ട്രെസ് കോൺസ്റ്റന്റ് നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഹൂക്സ് ലോ അല്ലേ, ഹൂക്സ് ലോ പ്രകാരമാണ് ആ ഒരു സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളതിനെ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പോയ്സോൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.3 ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 200 GPa. ഇറ്റ്സ് റിജിഡിറ്റി മോഡുലസ് ഈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. മ്യൂ തന്നിട്ടുണ്ട്, മ്യൂ ഈസ് ഈക്വൽ ടു 0.3 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇ തന്നിട്ടുണ്ട്, E is equal to 200 GPa. ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് റിജിഡിറ്റി മോഡുലസ് ആണ്. റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് K ആണ് അല്ലേ, അല്ല G ആണ് കാണാനുള്ളത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, E is equal to 2G into 1 plus mu. 2G into 1 plus mu. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 77 GPa എന്നുള്ളതായിരിക്കും. സോ ആൻസർ എ, ഓപ്ഷൻ എ 77 GPa ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് K is the bulk modulus, E is the Young's modulus and N is the shear modulus, then which is the relation to find out the Poisson's ratio 1/m. ഓക്കെ, അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നമ്മുടെ എന്താണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ 3K minus 2N by 6K plus 2N എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ultimate tensile stress of mild steel compared to ultimate compressive stress is എന്താണ്? ഫോർ മൈൽഡ് സ്റ്റീൽ നമ്മൾ ഇതിൽ ഓപ്ഷൻസ് എ സെയിം, ഓപ്ഷൻ ബി മോർ, ഓപ്ഷൻ സി ലെസ്, ഓപ്ഷൻ ഡി അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് മൈൽഡ് സ്റ്റീലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എവിടെയാണ്? 4.75 to 25.2 ആണ്. 4.75 to 25.2 ആണ്. 25.2 ടൺസ് പെർ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ മൈൽഡ് സ്റ്റീലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5.51 to 11.02 ടൺസ് പെർ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പോൾ ദ ലോവർ വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് is related to the presence of voids, as during the application of tensile force crash easily develops at the voids and the material fails. Now the compressive force is applied, the voids present gets compressed and it closes. Thus we obtain a higher value. അപ്പം എന്താണ് മൈൽഡ് സ്റ്റീലിൻ്റെത് അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് മൈൽഡ് സ്റ്റീല് മറ്റേ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ്സിനേക്കാളും എന്താണ് ലെസ് ആണ് വരിക. ഓക്കെ, അപ്പം മറ്റത് അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ് തന്നെയാണ് ഹയർ വാല്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0, the material is said to be.
അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ എന്താണെന്നാണ് പറയുന്നത്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നാണ്. അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഇലാസ്റ്റിക് സ്ട്രെയിന് ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷവും ഇൻഇലാസ്റ്റിക് സ്ട്രെയിന് അണ്ടർഗോ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ അവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും. ഐഡിയലി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ക്യാൻ ഡിഫോം കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ. ഓക്കെ, ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ഐഡിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ലോപ്പ് ഇല്ലാത്ത ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ എന്താണ് സ്ലോപ്പാണ് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 0 ആണ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ ആണ് ഇലാസ്റ്റിക് ഇത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 0 ആണ് എന്നുള്ളത് പറയാം. അതുപോലെ നമ്മൾ റിജിഡ് ബോഡിന്റെ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരു ഡിഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്താണ് വിത്ത് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് സ്ട്രെസ് അവിടെ ഒരു ഡിഫോർമേഷൻ ഒന്നും വരില്ല. In that the stress strain curve is parallel to y-axis. This implies the slope or elasticity is infinity. അപ്പോൾ നമ്മുടെ റിജിഡ് മെറ്റീരിയലിലാണെങ്കിൽ ഇത് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും റിജിഡ് ബോഡിക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of Young's modulus of elasticity for steel to that of concrete is known as. അപ്പോൾ ആ ഒരു റേഷ്യോനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മോഡുലാർ റേഷ്യോ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി മോഡുലാർ റേഷ്യോ എന്നാണ്. ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. ദ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം എ കോമ്പോസിറ്റ് സെക്ഷൻ, എ ബീം വിത്ത് എ കോൺക്രീറ്റ് ഡെക്ക് that acts compositely such that geometric properties of composite member may be determined. The ratio allows us to transform the concrete into an equivalent area of steel and thus find the characteristics of composite material. Next question, the modulus of elasticity for mild steel is approximately equal to option A 10 kilonewton per mm square, option B 80 kilonewton per mm square, option C 100 kilonewton per mm square, option D 210 kilonewton per mm square. അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 210 kilonewton per mm square ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെൻസൈൽ ടെസ്റ്റ് ഇസ് ക്യാരിഡ് ഓൺ ഡാഷ് മെറ്റീരിയൽസ്. നമുക്ക് ഇത് നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡക്റ്റൈൽ മെറ്റീരിയലിലാണ് നമുക്ക് ടെൻസൈൽ ടെസ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വലിയുന്ന ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡക്റ്റൈൽ ആണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ടെൻസൈൽ ടെസ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. Next question, which among the following is the ratio of modulus of elasticity of steel to the modulus of elasticity of concrete? അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ എ മോഡുലാർ റേഷ്യോ ആണ്. ഇപ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതേ ഉള്ളൂ, മോഡുലാർ റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ? സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെക്ഷൻ ആണ് സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൊമെന്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ ഒരു ബീമിന്റെ സ്ട്രെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത്. ബെൻഡിങ് സ്ട്രെസ് ഇസ് മാക്സിമം അറ്റ് എക്സ്ട്രീം ഫൈബേഴ്സ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടു ബീംസ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ക്യാൻ ബി കമ്പയർഡ് ബൈ സെക്ഷൻ മോഡുലസ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എന്താണ് സെയിം മെറ്റീരിയലിന്റെ രണ്ട് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ നമ്മൾ സെക്ഷൻ മോഡുലസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ സ്ട്രെങ്ത് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി? ഓപ്ഷൻ എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി തെർമൽ കണ്ടക്ടിവിറ്റി, ഓപ്ഷൻ സി കൊഹസീവ് ഫോഴ്സ്, ഓപ്ഷൻ ഡി സ്റ്റിഫ്നെസ്. ഓക്കെ, ഇതിൽ ഏതാണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ സ്ട്രെങ്ത്തിനെയും റെസിസ്റ്റൻസ് ഡിഫോർമേഷനെയും ഒക്കെ അതിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, സ്ട്രെങ്ത്, ഇതൊക്കെയാണ് ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഓപ്ഷൻ എ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടുത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ്നെസ് ഇസ് എ റെസിസ്റ്റൻസ് ടു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ്നെസ് ഇസ് എ റെസിസ്റ്റൻസ് ടു എന്താണ്? സ്ക്രാച്ചിങ് അല്ലേ. ഒരു കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലും ഉണ്ട്. ആ ഒരു മെറ്റീരിയലിനെ സ്ക്രാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയൊരു ഇൻഡന്റേഷൻ ഉണ്ടാക്കാനോ ഒക്കെ സാധിക്കുന്ന ആ ഒരു ഇതിനെയാണ് ആ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ബെൻഡിങ് അല്ല, ഡിഫോർമേഷൻ അല്ല, സ്ലൈഡിങ് അല്ല, സ്ക്രാച്ചിങ് ആണ്. ഹാർഡ്നെസ് ഇസ് ദ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചിങ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് പോയിസോൺസ് റേഷ്യോ ഫോർ കോർക്ക് ആൻഡ് കോൺക്രീറ്റ്. അപ്പോൾ ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0 ആണ്, കോൺക്രീറ്റിൻ്റെത് 0.1 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി 0 ആൻഡ് 0.1 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പെയേഴ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വിസ്കസ് ഇലാസ്റ്റിക് മെറ്റീരിയൽ, സ്മോൾ പ്ലാസ്റ്റിക് സോൺ. സ്ട്രെയിൻ ഹാർഡനിങ് മെറ്റീരിയൽ, stiffening effect. Orthotropic material, different properties in 3 perpendicular directions. Isotropic material, same physical property in all directions at a point. അപ്പോൾ നമുക്ക് ഈ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്താണ്? സ്ട്രെയിൻ ഹാർഡനിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റിഫനിങ് എഫക്റ്റ്, ആ ഒരു ഇത് കറക്റ്റ് ആണ്. ഓർത്തോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അല്ലേ. 3 പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഓർത്തോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഐസോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ഇൻ ഓൾ ഡയറക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ റോങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത് വിസ്കോ ഇലാസ്റ്റിക് മെറ്റീരിയലും സ്മോൾ പ്ലാസ്റ്റിക് സോൺ എന്നുള്ളതാണ്. Visco elastic materials do not have a small plastic zone. They exhibit a mixture of creep and elastic effects at room temperature. Their behavior is time dependent. Next question, which of the following is true? Bulk, option A, bulk modulus is the ratio of spherical stress to volumetric strain. Option B, bulk modulus is infinity for a material of Poisson's ratio 0.5. Option C, A and B. Option D, none of these. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. ബൾക്ക് മോഡുലസ് ഇസ് ദ റേഷ്യോ ഓഫ് സ്ഫെറിക്കൽ സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ, അത് കറക്റ്റ് ആണ് അല്ലേ. അതുപോലെ ബൾക്ക് മോഡുലസ് ഇസ് ഇൻഫിനിറ്റി ഫോർ എ മെറ്റീരിയൽ ഓഫ് പോയിസോൺസ് റേഷ്യോ 0.5. അപ്പോൾ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. അപ്പോൾ അത് എന്താണ്? ബൾക്ക് മോഡുലസ് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ഈ ബൾക്ക് മോഡുലസ് അല്ല, ഇന്റെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയായിരുന്നു. ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 - 2μ എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഇ ഈസ് ഈക്വൽ ടു അല്ല k ഈസ് ഈക്വൽ ടു E/3 ഇൻറ്റു 1 - 2μ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ അടിഭാഗം എന്തായാലും അടിഭാഗം 0 ആയി പോയാൽ ഇത് ഇൻഫിനിറ്റി ആവില്ലേ. അപ്പോൾ അത് ഇവിടെ മ്യൂവിന്റെ വാല്യൂ 0.5 ആകുമ്പോഴാണ് നമുക്ക് ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റി കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂക്സ് ലോ ഇസ് വാലിഡ്. ഹൂക്സ് ലോ ഇസ് വാലിഡ് എന്നുള്ളത് ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലി വിത്ത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ് നമ്മളുടെ ഹൂക്സ് ലോ വാലിഡ് ആയിട്ടുള്ളത് എന്നാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഇഫ് E, N, M are the Young's modulus, modulus of rigidity and Poisson's ratio respectively, which of the following is correct? അപ്പോൾ ഓപ്ഷൻ എ, E is equal to 2N into 1 - M. Option B, E is equal to 2N into 1 plus M. Option C, N is equal to 2E into 1 - M. Option D, E is equal to 2N into 1 - M. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് E is equal to മെറ്റീരിയലിന്റെ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷന് എന്ന് പറയുന്നത് ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് നമ്മൾ ഇവിടെ N ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, 2N ഇൻറ്റു എന്താണ് പിന്നെ അതുപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റി കഴിഞ്ഞ് പോയിസോൺസ് റേഷ്യോന് നമ്മൾ ഇവിടെ എം ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ് 2N into 1 plus M എന്നുള്ള 1 plus mu നമ്മൾ 2G into
1 plus mu എന്നുള്ള ആ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. അതിനെ നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ ടേംസിൽ ഇത് മാറ്റിയെന്നുള്ളൂ. അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി കൊടുത്താൽ മതി. E is equal to 2n into 1 plus m എന്നുള്ളതാണ് ആൻസർ വരിക. Next question, the two independent elastic constants for an isotropic material are. Independent elastic constants എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യങ്സ് മോഡുലസും അതുപോലെ പോയ്സോൺസ് റേഷ്യോ ആണ് ഇൻഡിപെൻഡന്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇതിൽ എന്താണ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ നോട്ടിഫിക്കേഷൻ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക.